കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാത്രി പാലൊക്കെ ആയിട്ട് സച്ചിയുടെ അടുത്തേക്ക് രേവതി വരുന്നുണ്ട്. പിന്നീട് പാലൊക്കെ കുടിച്ചതിന് ശേഷം സച്ചി ബെഡിലിരിക്കുവാണ്. അപ്പൊ പായാണെങ്കിൽ ആ മുറിയിലില്ല താനും. അതൊക്കെ കലാവതി മുത്തശ്ശി മുൻപേ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സച്ചി കട്ടിലേലിരിക്കുകയാണ്. ഈ സമയത്ത് രേവതി വന്ന് അടുത്തിരിക്കുന്നുണ്ട്. കുറച്ച് സമയം അവർ തമ്മിൽ കണ്ണിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ മുത്തശ്ശി ജനൽ വഴി ഇതൊക്കെ കാണുന്നുണ്ട്. കൊള്ളാം, ഇനി അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബെഡേ കിടന്നോളും. ആ ഒരു ചിന്തയോടുകൂടി കലാവതി മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ കലാവതി മുത്തശ്ശി എഴുന്നേറ്റ് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച, രേവതിയാണെങ്കിൽ തോട്ടുംകരയിൽ നിന്ന് വെള്ളം കോരുവാണ്, കിണറ്റുകരയിൽ നിന്ന് വെള്ളം കോരുവാണ്. വെള്ളം കോരിക്കൊണ്ടിരുന്ന കലാവതി മുത്തശ്ശി 1-2 നിമിഷം രേവതിനെ തന്നെ നോക്കിയിരുന്നു. പിന്നീട് എന്ത് ചെയ്യുവാണ്, അങ്ങ് മുറിയിലേക്ക് അങ്ങ് കയറി ചെല്ലുവാണ്. ഇന്ന് അവനെ കാണിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിയുമ്പം കാണുന്ന കാഴ്ചയോ, സച്ചിയാണെങ്കിൽ ഒരു മുണ്ടൊക്കെ പൊച്ച് തറ കിടക്കുന്നു. ഈ കാഴ്ച കൊണ്ടും മുത്തശ്ശി കൂടെ ഇഷ്ടപ്പെടില്ല. മുത്തശ്ശി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ഒരു മുരിങ്ങ മുഴുവൻ തിന്നിട്ട് ഒരു കുലുക്കും ഇല്ലാതെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഗ്ലാസ് എടുത്ത് അങ്ങ് താഴേക്ക് അങ്ങോട്ട് ഇടുവാണ്. ഞെട്ടി സച്ചി അങ്ങോട്ട് എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, എന്താ മുത്തശ്ശി ഇതെന്താ കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്താ കാണിച്ചത് നിനക്ക് മനസ്സിലായില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാണ് നിലത്തിറങ്ങി കിടക്കണേ? അത് പിന്നെ അവൾ എനിക്കൊരു പണി തന്നു. അവൾ ഈ മുറിയിൽ നിന്ന് പായ അങ്ങോട്ട് എടുത്ത് മാറ്റി. ഞാൻ എന്ത് ചെയ്തു, എവിടെയോ കിടന്നിട്ട് മുണ്ടെടുത്തിട്ട് അങ്ങോട്ട് പുതച്ചങ്ങോട്ട് കിടന്നു. ഈ മുണ്ട ആരുടെയാണെന്നറിയാവോ? അച്ഛൻ്റെ മുണ്ടാ അത്. അതുകൊണ്ട് ഈ മുണ്ട് പുതച്ച് കിടന്നു. എന്ത് സുഖമായിരുന്ന ഈ മുണ്ട് പുതച്ച് കിടക്കാനായിട്ട്. ഞാൻ അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതൊക്കെ ഓർത്തോർത്ത് നല്ല സുഖമുള്ള സ്വപ്നങ്ങൾ കണ്ടാ കിടന്ന് ഉറങ്ങിയെന്ന് പറയാണ്. കലാവതി മുത്തശ്ശിക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. എടാ, നിന്നോട് ഈ നിലത്ത് കിടക്കാനാണോ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മുത്തശ്ശി എവിടെ കിടന്നാലും ഉറങ്ങിയാൽ പോരെ, നല്ല സുന്ദരമായിട്ട് ഞാനങ്ങോട്ട് ഉറങ്ങിയെന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ കലാവതി മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ദൈവമേ, ഇവനെ പോലെയുള്ള ഒരുത്തനെയാണല്ലോ എന്റെ പേരക്കുഞ്ഞായിട്ട് വന്നേ. ഇവനെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടാ? ഇത് കൂടുതൽ എങ്ങനെ ഞാൻ ഇവനെ പറഞ്ഞു മനസ്സിലാക്കണേന്ന് പറഞ്ഞൊരു മുത്തശ്ശി അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോവാണ്. അല്ല മുത്തശ്ശി എങ്ങോട്ടാ പോണേ? എനിക്കുള്ള കാപ്പി വന്നിട്ട് പോ. കാപ്പി നിനക്ക് വെച്ചുണ്ടാക്കി തരുന്നുണ്ട്. മര്യാദയ്ക്കോടെ ഇരുന്നോളം പറയണം. നീ നിന്റെ ഭാര്യയോട് വേണേ ഉണ്ടാക്കി തരാനായിട്ട്. അവളോടോ? വേണ്ട, എനിക്ക് അവള് കാപ്പി വെച്ച് തരണ്ട. മുത്തശ്ശി ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഒന്നും ഇല്ല കാപ്പിക്ക്. അതെ, നീ അത്രയും ടേസ്റ്റിനുള്ള കുടിച്ചാൽ മതി. പറഞ്ഞ ഒരു കാര്യം അനുസരിക്കില്ല. എനിക്ക് ഇനി കാപ്പിയും കൂടെ വെച്ചുണ്ടാക്കി തരാൻ ഞാൻ എന്നും പറഞ്ഞ് കലാവതി മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നേ. രേവതി ചേച്ചി കാപ്പിയാണോ? ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയണം. വേണ്ട, നീ എനിക്ക് കാപ്പിയൊന്നും ഉണ്ടാക്കി തണ്ട. എനിക്ക് എന്നെ മുത്തശ്ശി ഉണ്ടാക്കി തന്നോളെന്ന് പറയണം. എന്നാ ഇപ്പൊ നീ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് നീ കുടിച്ചു തന്നു പറയും. മുത്തശ്ശി അങ്ങോട്ട് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി നിൽക്കുകയാണ്. ഈ സമയത്ത് സച്ചി പുറകെ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ മുത്തശ്ശി, എന്താ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? കാര്യം എന്താന്ന് പറ. ഈ സമയത്ത് മുത്തശ്ശി മനസ്സിൽ പറയാ, എന്റെ ദൈവമേ, ഇവനോട് ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നേ? ഇതിനേക്കാളും ഭേദം വല്ല കുഞ്ഞുങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരുന്നു. ഇവന് അതിനുള്ള ബുദ്ധിയും കൂടെ കൊടുത്തില്ലല്ലോ. ഇത് പിന്നെ അഭിനയിക്കുന്നതാണ് തന്റെ മുന്നിൽ. അങ്ങനെ ഒരു ചിന്തയൊക്കെ കലാവതി മുത്തശ്ശിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സച്ചി വന്നിട്ട് പറഞ്ഞു, അതെ, ഞാനീ മുണ്ടെടുത്തോണ്ടാണ് മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യം. അതേടാ, നീ മുണ്ടെടുത്തോണ്ടാ. അങ്ങനെ നീ മുണ്ടെടുത്തോണ്ട് അങ്ങ് സുഖിച്ച് കിടന്ന് ഉറങ്ങണ്ട എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എന്ത് ചെയ്യണം, ആ മുണ്ടങ്ങ് മേടിച്ചോടുന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാ. അല്ല, അച്ഛൻ്റെ ഒരു മുണ്ടെടുത്തേ, നീ മുത്തശ്ശി എന്തിനാ ഇങ്ങനെ എന്നോട് കിടന്ന് ദേഷ്യപ്പെടണേ? അത് കുഴപ്പമില്ല, വൈകുന്നേരം വേറൊരു മുണ്ടെടുത്ത് പൊതിച്ച് കിടക്കാം എന്ന് സച്ചി മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തില് കല്യാണക്കുറിയൊക്കെ പൂജിച്ച് ശ്രുതിക്ക് കൊടുക്കുവാണ് ചന്ദ്രമതി. പെട്ടെന്ന് മീര ചോദിച്ചു, അതെന്താ ഇങ്ങനെയൊക്കെ? ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പറയണ. ഇത് കേട്ടതും ബാമ്പ പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുണ്ട്, കല്യാണക്കുറി പൂജിച്ച് വധുവിന്റെ വീട്ടുകാർക്ക് വരന്റെ വീട്ടുകാർ കൊടുക്കുന്നേ. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നിന്ന് പറയണം. ശരിയെന്ന് മീര പറയണം. അങ്ങനെ കുറി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോളുടെ അച്ഛൻ വരത്തില്ലേന്ന് ചോദിക്കുകയാണ് കല്യാണത്തിന്. ഇത് കേട്ടതും ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി. അച്ഛൻ വരത്തില്ല എന്ന് പറയണം. അച്ഛനെ കുറിച്ച് പറയുന്ന കേൾക്കും തന്നെ എനിക്ക് ഇഷ്ടമില്ല അങ്കിളേന്ന് പറയണം. പെട്ടെന്ന് രവീന്ദ്രൻ, അതെന്താ മോളെ അങ്ങനെ? അല്ല, ആന്റി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കണം അതിനെക്കുറിച്ചും. ഇല്ല, അവളെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും അച്ഛനും തമ്മിൽ അത്ര ചേർച്ചയിലില്ല. ഞാൻ കാര്യങ്ങളൊക്കെ ആന്റിയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അച്ഛനെ കുറിച്ച് പറയുന്നത് തന്നെ ഇഷ്ടമില്ല. അല്ലെങ്കിലും ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ബാബ പറഞ്ഞു, ഇപ്പോഴങ്ങ് മോൾക്ക് അങ്ങനെയൊക്കെ തോന്നും, അതൊന്നും കുഴപ്പമില്ല, അത് പതിയെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നുള്ളൂ. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മോള് ധൈര്യമായിട്ടിരിക്കുക. മോളുടെ ഒപ്പം എന്തിനും ഏതിനും ഞങ്ങളുണ്ടായിരിക്കും എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടെങ്കിൽ സുധിയുടെ 2 കണ്ണുകളും നിറഞ്ഞു വരുവാണ്. സുധി കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സങ്കടപ്പെടാതിരിക്കാൻ പറയണം. സുധി പെട്ടെന്ന് ചന്ദ്രമതിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്തെ ഇപ്പം ആന്റി, എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഞാൻ എൻ്റെ ആന്റീനെ കാണുന്നത്, അതുകൊണ്ടാ എൻ്റെ കണ്ണുകൾ അറിയാൻ നിറഞ്ഞു വന്നേന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് സുധി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ ഒപ്പം തന്നെ മീരെ. അപ്പം മീര എന്നിട്ട് ചോദിച്ചു, അല്ല സുധി, പ്രശ്നമാവോ? കാരണം
സത്യങ്ങളെങ്ങാനും അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരില്ലെന്ന് ചോദിക്കുകയാണ്. എവിടെ അറിയാനായിട്ട്, ആര് പറഞ്ഞറിയാനായിട്ട്, ആരും പറഞ്ഞറിയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിരിക്കാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, എന്തോ എനിക്ക് അവരുടെ അച്ഛനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് ചന്ദ്രമതിയോട് പറയാണ്. ചന്ദ്രമതി പറഞ്ഞു, നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാനോ അറിയാനൊന്നും പോകണ്ട, അവള് പറഞ്ഞു കേട്ടല്ലോ, എനിക്കും അത്ര അഭിപ്രായമൊക്കെ ഉള്ളൂ, എനിക്ക് കല്യാണം ഒന്ന് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് എന്താന്ന് ചെയ്യാന്ന് പറയണം. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും മീരയും കൂടെ വീട്ടിലേക്ക് വരുമായിരുന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മീര ഇങ്ങനെ ചായയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയോട് പറഞ്ഞു, അല്ല ശ്രുതി, പറയുന്നതെന്ന് തോന്നുന്നു, എനിക്ക് അമ്മേനെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ, അമ്മയോട് പറഞ്ഞ് കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ എന്തിനാ അവരെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ, എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അറിയാലോ. എടി അച്ഛൻ എന്നാ ഇല്ല എന്നുള്ള കാര്യം ശരി തന്നെ, പക്ഷെ നിനക്ക് അമ്മയുണ്ടല്ലോ, ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ദേ ചീട്ടുകൊട്ടാനും പോലെ നിന്റെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം തകർന്ന് തരിപ്പണാവെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, പിന്നെ ഞാനുണ്ടാക്കിയത് ചീട്ടുകൊട്ടാരമൊന്നുമല്ല, ഇടിഞ്ഞു പൊളിഞ്ഞു പോകാത്ത നല്ല അടിപൊളി ഒരു കൊട്ടാരം തന്നെയാന്ന് പറയണം. അതൊരിക്കലും പോകാൻ പോകുന്നില്ലെന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ ഫോണിലേക്ക് അമ്മയുടെ കോള് വരുന്നത്. ഓ, ഈ അമ്മയുള്ള വിളിക്കുന്നത്, നമ്മുടെ ശ്രുതി കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. നീ എന്താ കോൾ എടുക്കാത്തെന്ന് മേരി വെച്ചു. എടി അമ്മയാ വിളിക്കുന്നത്, നീ കോൾ എടുത്ത് സംസാരിക്കുക, വേണ്ടാന്ന്. എന്താ ശ്രുതി നീ ഇങ്ങനെ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പം ശ്രുതി കോൾ എടുക്കണം. എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കണം. അതുപോലെ ഞാൻ ഇവിടെ ആദിക്കാണ് നിന്റെ സൗണ്ട് കേൾക്കണമെന്ന്, നിന്നോട് സംസാരിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചേ. അതെ, അമ്മയോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവനെ കൊണ്ട് ഇങ്ങനെ എന്നെ വിളിപ്പിക്കരുതെന്ന്. ഈ ആൻറ്റീനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടല്ലേ ഞാൻ, അല്ലെങ്കിൽ ഞാനിങ്ങനെ നിന്നെ വിളിക്കുവാന്ന് ചോദിക്കും. നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ വരാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇനി ശല്യപ്പെടുത്താൻ വന്നേക്കല്ല, അറിയാലോ എൻ്റെ കല്യാണമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഇനി ഇങ്ങനെ വിളിച്ചേക്കല്ലെന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാണ്. പെട്ടെന്ന് ആദ്യം വന്നിട്ട് സുധിയുടെ അമ്മയോട് ചോദിച്ചു, അല്ലമ്മേ ഏതെന്താ, അല്ല അമ്മേന്നല്ല സോറി, അല്ല മുത്തശ്ശി, അതെന്താ ആൻറ്റിക്ക് എന്നോട് സംസാരിക്കണ്ടെന്ന് ചോദിക്കണം. ഓ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു മോനെ, അതുകൊണ്ട് അവള് ഫോൺ കട്ട് ചെയ്യുമെന്ന് പറയണം. ആദ്യക്കാണ് വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് കാണിക്കുന്ന ഭാമ ചന്ദ്രപതി ഇരിക്കണ്ട. അതേ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, അവൾക്ക് കുറച്ച് സ്വർണ്ണമെങ്കിലും കൊടുക്കണ്ടെന്ന് ചോദിക്കണം. സ്വർണ്ണം അതെന്തിനാ? എടി അതല്ല, സ്വർണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നുമില്ലാത്തവരാന്ന് അവര് കരുതുകയല്ലേ. ഇപ്പൊ അവളുടെ അച്ഛനും ഇഷ്ടം പോലെ പൈസ ഇക്കണമെന്നല്ല പറഞ്ഞേ, അതെങ്കിലും കൊടുത്തില്ല നമുക്ക് നാണക്കേടല്ലേന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇല്ലാത്തവരാന്ന് അവർ വിചാരിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അത് ശരി തന്നെയാ, പക്ഷെ അതിന് എവിടുന്ന് പൈസ ഉണ്ടാക്കും? നീ എങ്ങനെയാ ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. ഈ 10 ലക്ഷം കൊടുത്ത് അറിയാലോ, ഈ 10 ലക്ഷം കൊടുത്ത കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ലോ. അത് മാത്രമല്ല, ഇത് പന്തലി വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് നീ ഒരു 10 പവനെങ്കിലും കൊടുക്കണമെന്ന് പറയാം. ചന്ദ്രമതി ആകെപ്പാടെ പെട്ടുപോയി. അങ്ങനെ സങ്കടത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ഉണ്ടായിരുന്നു. രവീന്ദ്രന് പെട്ടെന്നുള്ള ചായയൊക്കെ എടുത്തുകൊണ്ട് ചന്ദ്രമതി കൊടുക്കുകയാണ്. അപ്പൊ ഈ സ്നേഹം കണ്ടപ്പോൾ രവീന്ദ്രന് എന്ത് പറ്റി ചായയൊക്കെ ആയിട്ട്, സാധാരണഗതിയിൽ ചോദിച്ചാൽ പോലും ഒരു ചായ ഇട്ട് തരാത്ത ആളാണല്ലോ നീ, പിന്നെ എന്താന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ രവിയേട്ടന് ഒരു ചായ തരണമെങ്കിൽ എനിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലാന്ന് പറയാണ്. ശരി കാര്യം എന്താന്ന് പറ. രവീന്ദ്രന്റെ മനസ്സിൽ എന്തോ കാര്യസാധ്യത ഉണ്ടെന്ന്. അതെ, സുധീർ കല്യാണമൊക്കെ അല്ലേ വരുന്നത്, അതിന് ചെലവുകളൊക്കെ ഇല്ലേ. ചെലവുകളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുന്ന എന്തിനാ ചെലവ്, അല്ല എന്നാലും സദ്യ ഒരുക്കണം, അത് മാത്രമല്ല ഡ്രസ്സൊക്കെ എടുക്കണ്ടേന്ന് ചോദിക്കണം. അതിന് പണം വേണ്ടേന്ന് ചോദിക്കണം. പണം വേണം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. എടി എനിക്ക് ഇതുവരെയായിട്ട് എൻ്റെ പെൻഷൻ കിട്ടിയിട്ടില്ല, ഞാൻ യൂണിയൻ ഓഫീസിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെയായിട്ടും കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ കല്യാണം നടത്തണം എവിടെയെങ്കിലും കടം മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. അത് മാത്രമല്ല, അവൾക്ക് കുറച്ച് സ്വർണ്ണം ഇട്ട് കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. സ്വർണ്ണം ഇട്ട് കൊടുക്കാൻ അതെന്തിനാ? നമ്മളൊന്നുമില്ലാത്തവരാണ് അവർ കരുതല്ലേ, കുറച്ച് സ്വർണ്ണമെങ്കിലും നമ്മൾ കരുതണമെന്ന് പറയണം. ഇത് കേട്ട് രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ പൈസയൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, വീടിന്റെ ആധാരം കൊണ്ട് പണയം വെക്കാന്ന് പറയണം. ഇത് കേട്ടൻ ചന്ദ്രമതി ഒന്ന് ഞെട്ടി. ദൈവമേ പെട്ടു, എങ്ങാനും എടുക്കാൻ പോയിട്ടുണ്ട്, അത് ഇവിടെ ഇല്ലെന്നുള്ള സത്യങ്ങൾ അറിയും. എന്നാൽ അതോടുകൂടി തീർന്നു. പെട്ടെന്ന് ചന്ദ്രമതി, അത് ശരിയാവത്തില്ല. അതെന്താ? അല്ല സുധിയുടെ മാത്രമല്ലേ, എല്ലാവരുടെയും പേർക്ക് അവകാശപ്പെട്ടല്ലേ, അപ്പൊ സുധിയുടെ മാത്രം ആവശ്യം കൊണ്ട് പണയം വെക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാണ്. വേറെ എന്തെങ്കിലും വാദം കണ്ടെത്തണമെന്ന് പറയാം. ഒരു കാര്യം ചെയ്യ, അല്ല നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, കുറച്ച് പൈസ ചോദിച്ചാലോന്ന് ചോദിക്കുവാണ്. നല്ല കഥയായിപ്പോയി, ഞാൻ അങ്ങോട്ട് ചോദിച്ചോളും ചെല്ലത്തില്ല. ഒരു കാര്യം ചെയ്യാം, നീ വേണേ പോയി ചോദിച്ചോളാൻ പറയണം. ഞാൻ എങ്ങനെ ചോദിക്കുന്നേ? വേണമെങ്കിൽ നീ പോയി ചോദിക്കോ മേടിക്കോ എന്ത് വേണം ചെയ്തോ, എനിക്ക് അതിനകത്ത് ഒരു പരാതിയില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.